അൽഫോൻസാമ്മയുടെ മാധ്യസ്ഥം താമരശ്ശേരി രൂപതയുടെ രൂപീകരണത്തിന് നിർണായക സ്ഥാനം വഹിച്ചിരുന്നു. അതിന് കൃതജ്ഞതയായി രൂപതയുടെ മധ്യസ്ഥയായി അൽഫോൻസാമ്മയെ തിരഞ്ഞെടുക്കുകയായിരുന്നു. പ്രസ്തുത സംഭവത്തിന്റെ അനുസ്മരണം എന്ന നിലയ്ക്കാണ് എല്ലാ വർഷവും താമരശ്ശേരി രൂപതയിലെ അധ്യക്ഷനും വൈദികരും സാധിക്കുന്നത്ര അൽമായരും വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാളിനോട് അനുബന്ധിച്ച് വിശുദ്ധ അൽഫോൻസാമ്മയുടെ തീർത്ഥാടന കേന്ദ്രം സന്ദർശിച്ച് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത്. ജൂലൈ 23-ന് താമരശ്ശേരി രൂപതാധ്യക്ഷന്മാർ റെമീജിയസ് ഇഞ്ചനാനിയിലും രൂപതയിലെ 30ഓളം വൈദികരും ചേർന്നാണ് ഇത്തവണ വിശുദ്ധ കുർബാന അർപ്പിച്ചത്. അൽഫോൻസാമ്മയുടെ സമർപ്പണത്തിന്റെ അടിത്തറ കുടുംബമായിരുന്നുവെന്ന് മാർ ഇഞ്ചനാനിയിൽ വ്യക്തമാക്കി. കുടുംബങ്ങൾ പ്രേക്ഷിത മേഖലയാണെന്ന് നമ്മെ പഠിപ്പിക്കുന്നതാണ് അൽഫോൻസാമ്മയുടെ ജീവിതമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിശുദ്ധ അൽഫോൻസാമ്മയുടെ ജീവിതം നമുക്ക് നൽകുന്ന വലിയ ഒരു സന്ദേശമുണ്ട്, ഏറെ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ. അത് കുടുംബജീവിതത്തിൻ്റെ വിശുദ്ധിയാണ്. കുടുംബങ്ങൾ പ്രേക്ഷിത മേഖലയാണെന്ന് നമ്മെ പഠിപ്പിക്കുന്നതാണ് വിശുദ്ധിയുടെ ജീവിതം. ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രതിസന്ധി നേരിടുന്നത് കുടുംബങ്ങളാണെന്ന് നമുക്കറിയാം. അന്ധകാര സംസ്കാരങ്ങൾ കുടുംബങ്ങളെ വളരെയധികം സ്വാധീനിച്ചു കഴിഞ്ഞു. അത് ഒരു ഭൗതിക സംസ്കാരം, കമ്പോള സംസ്കാരം, ഒരു മരണ സംസ്കാരം കുടുംബങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ കുടുംബങ്ങളുടെ അടിത്തറ ഇളകുന്ന ഈ കാലഘട്ടത്തിൽ വിശുദ്ധ നമുക്ക് നൽകുന്ന വലിയ സന്ദേശം ആ ജീവിതത്തിലൂടെ മറ്റൊന്നല്ല, കുടുംബങ്ങളുടെ വിശുദ്ധീകരണം പ്രേക്ഷിത പ്രവർത്തനമാണ്, അപ്പോസ്റ്റലേറ്റ് ആണ്. ഓരോ വ്യക്തിക്കും ദൈവം നൽകുന്ന ഉത്തരവാദിത്വമാണെന്ന് കരുതി കുടുംബങ്ങളെ ശക്തിപ്പെടുത്തുവാനുള്ള വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ ഈ കബറിടത്തിൽ നിന്ന് നമ്മുടെ പ്രിയങ്കരിയായ അമ്മ നമ്മോട് ആവശ്യപ്പെടുകയാണ്. കുടുംബങ്ങളെ ശക്തിപ്പെടുത്തൂ, കുടുംബങ്ങളിലൂടെ സുവിശേഷം പ്രഘോഷിക്കൂ എന്ന വലിയ ദൗത്യം നമ്മെ ഏൽപ്പിക്കുകയാണ്. കുടുംബങ്ങളുടെ വിശുദ്ധീകരണം പ്രേക്ഷിത പ്രവർത്തനമാണ്. കുടുംബങ്ങളിലൂടെ സുവിശേഷം പ്രസംഗിക്കപ്പെടണം. അൽഫോൻസ എന്ന വിശുദ്ധയുണ്ടെങ്കിൽ അതിന് ശ്രേഷ്ഠമായ കുടുംബ പശ്ചാത്തലത്തോട് കടപ്പെട്ടിരിക്കുന്നു എന്നും അതിന് തെളിവാണ് അൽഫോൻസ വളർന്ന ഭവനങ്ങളെന്നും മാർ ഇഞ്ചനാനിയിൽ പറഞ്ഞു. അൽഫോൻസാമ്മയുടെ ഭവനത്തിന്റെ ഭിത്തിയിൽ വിശുദ്ധ കുർബാനയുടെ ചിത്രമായിരുന്നെങ്കിൽ അടുക്കളയിൽ പരിശുദ്ധ ത്രിത്വത്തിന്റെ സാന്നിധ്യം ഓർമ്മപ്പെടുത്തുന്ന ചിത്രം സൂക്ഷിച്ചിരുന്നു. അൽഫോൻസാമ്മയുടെ സമർപ്പണത്തിന്റെ അടിത്തറ കുടുംബമായിരുന്നു. അൽഫോൻസാമ്മ വിശുദ്ധരെക്കുറിച്ച് കേട്ടതും ഉപവസിക്കാൻ പരിശീലിച്ചതും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ പഠിച്ചതും കുടുംബത്തിൽ നിന്നാണ്. ബ്രഹ്മചര്യം, ദാരിദ്ര്യം, അനുസരണം ഇവയൊക്കെ ആദ്യം അഭ്യസിച്ചത് കുടുംബത്തിലാണ്. കുടുംബത്തിൽ നിന്ന് കിട്ടിയ പ്രാഥമിക പാഠങ്ങൾ അവൾ സന്യാസ ജീവിതത്തിൽ പരിശീലിക്കുകയായിരുന്നു. അതുകൊണ്ട് കുടുംബങ്ങളെ വിശുദ്ധിയോടുകൂടെ പരിപാലിക്കുകയും ശക്തിപ്പെടുത്തുകയും വേണമെന്ന് ബിഷപ്പ് ഓർമ്മപ്പെടുത്തി. പ്രാർത്ഥിച്ചാൽ ഒരിക്കലും ഉപേക്ഷിക്കാത്തവളാണ് അൽഫോൻസമ്മ എന്നും ബിഷപ്പ് പറഞ്ഞു. വിവിധ സമയങ്ങളിലായി പാലാ രൂപത വികാരി ജനറൽ മോൺസിഞ്ഞൂർ ജോസഫ് കണിയോടിക്കൽ, ഫാദർ അലക്സ് മൂലക്കുന്നേൽ, ഫാദർ മാർട്ടിൻ കല്ലറയ്ക്കൽ, ഫാദർ ഇമ്മാനുവേൽ കാഞ്ഞിരത്തുങ്കൽ, ഫാദർ അമൽ പുറത്തേട് CMI, ഫാദർ ഇമ്മാനുവേൽ കൊട്ടാരത്തിൽ, ഫാദർ അലക്സാണ്ടർ പൈകട, ഫാദർ മാത്യു പുന്നത്താനത്തുകുന്നേൽ എന്നിവർ വിശുദ്ധ കുർബാനയർപ്പിച്ചു. കത്തിച്ച മെഴുകുതിരികളുമായി ആയിരങ്ങൾ പങ്കെടുത്ത ജപമാല പ്രദക്ഷിണം ഭക്തിസാന്ദ്രമായിരുന്നു. ഫാദർ ജോൺ മണ്ണാങ്കൽ ജപമാല പ്രദക്ഷിണത്തിന് കാർമ്മികത്വം വഹിച്ചു.